ജോണ്ടിസ് വന്നോണ്ടാണല്ലോ ശരിക്കും FTA എൻട്രൻസ് മിസ്സായത്. ശരിക്കും അത് അന്ന് എഴുതിയിരുന്നെങ്കിൽ പൂനെ പോയിരുന്നു. ഒരു പിടിയില്ല. ചിലപ്പോൾ ഞാൻ വല്ല പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചിട്ട് വല്ല ബുജ്ജി പടമൊക്കെ എടുത്ത് വല്ല വഴി കൂടെയൊക്കെ പോയാൽ ഇതൊരു ഗുണം കിട്ടിയ കഴിഞ്ഞാൽ ഞാൻ ഒരു പടത്തിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറായത്. ഞാനിത് ഈയിടെയും പറഞ്ഞു, എനിക്ക് സിനിമയുടെ നിയമങ്ങളെക്കുറിച്ചോ സിനിമയുടെ ഇതിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. എനിക്ക് കഥ പറയണം. ഞാൻ സ്റ്റോറി ടെല്ലർ. എനിക്ക് തോന്നിയ പോലെ കഥ പറയും. അതിനകത്ത് ഞാൻ സിനിമയ്ക്ക് നിയമങ്ങളില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പോകുന്നത്. അപ്പോൾ ചിലർക്ക് എൻ്റെ കൈൻഡ് ഓഫ് മേക്കിങ്ങിനോട് അഭിപ്രായ വ്യത്യാസം കാണും. ഞാൻ ഫൈൻ, അത് അങ്ങനെയുള്ളവർ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ സ്റ്റൈൽ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ ചിലർ ദൃശ്യം 2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടാ എന്നോടൊരു പയ്യൻ വന്നു, ഇതുപോലെ പ്രൊമോഷൻ സമയത്ത് എന്നോട് പറഞ്ഞു, ചേട്ടാ അതിൻ്റെ മേക്കിങ്ങിന് എങ്ങനെയാണ്, ഇതൊരു മെമ്മറീസൊക്കെ ചേട്ടൻ മേക്ക് ചെയ്ത പോലെ. ഞാൻ പറഞ്ഞു മെമ്മറീസ് പോലത്തെ പടമല്ലല്ലോ ദൃശ്യം 2, ഇത് വേറെ ഇതിൽ അല്ല. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, എനിക്ക് മേക്കിങ്ങിനെ കുറിച്ച് വലിയ ധാരണയില്ല, എനിക്ക് ആ സ്ക്രിപ്റ്റിന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാനാണ് തോന്നിയത്, ഞാനതങ്ങനെ അപ്രോച്ച് ചെയ്തു. നിങ്ങളെ എൻ്റർടൈൻ ചെയ്തോ ഇല്ലയോ, അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അല്ല ഞാനിത് മറുപടി പറയാൻ